നമസ്തേ. താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കാത്തിരിപ്പിനുള്ള ഫലം എന്താണ്, നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് എന്ത് ന്യൂസാണ് നിങ്ങളിലേക്ക് ഈ വ്യക്തിയെ കണക്റ്റ് ചെയ്ത് വരാൻ പോകുന്നതെന്നുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ ഇത് കാണുന്നത്, ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് ഏറ്റവും നല്ലൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിലുണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കത്തുള്ളൂ. ജനറൽ റീഡിങ്സ് ആണ്. ഒരുപാട് ആളുകളുടെ എനർജി കണക്റ്റഡ് ആകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഓരോ വ്യക്തികളുടെയും അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റീഡിങ്സിൽ നിന്നും വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുകയും പരിഹാരം അതിൽ നിന്ന് കണക്റ്റ് ചെയ്ത് എടുത്ത് നിങ്ങളതിന് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വരേണ്ടതാണ് എങ്കിൽ, നമ്മൾക്കത് ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ മാത്രം നിങ്ങളതിനെ ഫോളോ ചെയ്യുക. അതല്ലെങ്കിൽ ഹീൽ ചെയ്ത് നിങ്ങൾ അങ്ങനെയുള്ള ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്ന്, കാർമിക് സിറ്റുവേഷൻസ് ആണെങ്കിൽ കാർമിക് സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പുറത്ത് കടക്കാൻ ശ്രമിക്കുക തന്നെ വേണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ വലിയൊരു നിരാശയിലാണ്, ദുഃഖത്തിലാണ്, നഷ്ടബോധത്തിലാണ്, കുറ്റബോധത്തിലാണ്. അതായത് അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു കുറ്റബോധം നിലനിൽക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് എനർജിയെ ഇങ്ങനെ കണക്റ്റ് ചെയ്യുമ്പം നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകൾ അവരെ വല്ലാതെ തകർത്ത് കളയുന്ന, അവർക്ക് വേദന ഉണ്ടാക്കിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കുറ്റബോധം ഫീൽ ചെയ്യുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവർ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർ വലിയ ഒരു പ്രഷ്യസ് ആയിട്ട്, അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള, അവർക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന, അവർക്ക് വിശ്വാസത്തോടു കൂടി നിലനിൽക്കാനും വിശ്വാസത്തോടു കൂടി നിങ്ങളോട് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരു നല്ല ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ ശക്തമാകുന്ന ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്ന എനർജി ആയിരുന്നു എന്നൊക്കെ അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളും അവർക്കും ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ്, ഒരു സെപ്പറേഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അവർക്ക് വല്ലാത്ത ഇറിറ്റേഷനും മാനസിക പിരിമുറുക്കവും നഷ്ടബോധവും സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയും അനുഭവിക്കുന്നതായിട്ടുള്ള എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ നിങ്ങളോട് വളരെയധികം ആഴത്തിൽ ഇപ്പം അടുക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ വരുത്തിയ ആ പൊരുത്തക്കേടുകളെ എല്ലാം ക്ലിയർ ചെയ്യണമെന്നെല്ലാം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. ശരിക്കും നിങ്ങളോട് മാപ്പ് പറഞ്ഞ് നിങ്ങളെ ചേർത്ത് പിടിക്കണം, അല്ലെങ്കിൽ അതാണ് ജസ്റ്റിസ്, അതാണ് ഏറ്റവും ഉത്തമമായ തീരുമാനം എന്നുള്ളതെല്ലാം അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസിലാണ് ഈ എനർജി കണക്റ്റഡ് ആയ വ്യക്തികളുടെ സിറ്റുവേഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പാസ്റ്റ് എനർജി, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ എത്ര ഭൂമിയോളം ക്ഷമിച്ചിട്ടുണ്ടാവാം, സഹിച്ചിട്ടുണ്ടാവാം. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം, നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം. അതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാത്തിരുന്ന് മടുത്തിട്ടുമുണ്ടാകാം. ഈ വ്യക്തി ഒരു തിരിച്ചറിവോടുകൂടി, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വന്നു ചേർന്നിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു കാത്തിരിപ്പ്, വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസും അത് അവർ കറൻറ്റിലി ആഴത്തിൽ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻസുമാണ് കാണുന്നത്. ശരിക്കും നിങ്ങളെ അവരിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, ശരിക്കും മിസ്യൂസ് ചെയ്തിട്ടുണ്ട്.
നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴവും ആത്മാർത്ഥതയും നിങ്ങൾ എത്രത്തോളം കമ്മിറ്റ്മെൻറ്റോട് കൂടി കമ്മിറ്റഡ് എനർജിയിലാണ് ഈ ബന്ധത്തിൽ നിൽക്കുന്നതെന്നൊക്കെ അറിഞ്ഞ് നിങ്ങളെ ഉപയോഗിച്ചതായിട്ട്, മിസ്യൂസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ അഡിക്റ്റഡ് ആയിരുന്നപ്പം നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ ഈ വ്യക്തിയാണ് നിങ്ങളുടെ ലോകമെന്ന് ചിന്തിച്ചത് തന്നെയാണ് നിങ്ങളെ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്യാനുണ്ടായ കാരണം. നിങ്ങൾക്കൊരു തുള്ളി പോലും സെൽഫ് ലവ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അകന്ന് നിൽക്കാതെ അവരെ ആട്ടിപ്പായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ അവർ ക്രിയേറ്റ് ചെയ്യുമ്പം വീണ്ടും നിങ്ങളിങ്ങനെ ആ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആവാൻ വേണ്ടി പല മാർഗങ്ങളും കണ്ടെത്തുകയായിരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കാണിച്ച നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മ തന്നെയാണ് അവർ നിങ്ങളെ ശരിക്കും മിസ്യൂസ് ചെയ്തതും നിങ്ങൾക്ക് യാതൊരു വാല്യൂ കൽപ്പിക്കാതിരുന്നതും ബന്ധത്തിൽ അവർക്ക് മടുപ്പ് ഫീൽ ചെയ്തതുമായിട്ട്. ഒരു ഗ്യാപ്പൊക്കെ ഇടയ്ക്കിടുക, ഇടയ്ക്കൊരു ചെറിയ സെപ്പറേഷൻ ഉണ്ടാകുക, ഇടയ്ക്കൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാത്ത വിധം നിങ്ങളിലേക്ക് നിങ്ങളൊന്ന് കുറച്ച് നാളത്തേക്ക് ഫോക്കസ് ചെയ്തു പോകുക. അങ്ങനെയൊക്കെ എപ്പോഴും ഒരു ഫ്രീഡം നിലനിന്നാൽ മാത്രം, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് ബന്ധവും നിലനിൽക്കുകയുള്ളൂ. ഇതങ്ങനെ ആയിരുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് ഈ വ്യക്തിയെ മാത്രം കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ബന്ധങ്ങളെ നിങ്ങൾ മറന്നു. നിങ്ങൾക്ക് ലഭിച്ചിരുന്ന പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം. നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനിരുന്ന ഒരുപാട് വ്യക്തികളെ നിങ്ങൾ കാണാതെ പോയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് സമയം ചെലവഴിക്കേണ്ട പല നല്ല നല്ല സന്ദർഭങ്ങളും നിങ്ങൾ സെലിബ്രേഷൻസൊക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇതെല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇൻഡിസിഷൻ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്തു പോയി ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാതെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത വിധമൊക്കെ നീ ഒരു ബന്ധത്തിൽ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ആ വ്യക്തിക്ക് പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ അമിതമാകുന്ന ആ ഒരു പൊസസീവ്നെസ് തന്നെയാണ് അവരെ സ്റ്റക്കാക്കി കളഞ്ഞതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാര്യം പറയണമല്ലോ. നിങ്ങളുടെ ഓവറായിട്ടുള്ള ആ ഒരു ഫോക്കസ് തന്നെയാണ് അവരെ കൺഫ്യൂസ്ഡ് ആക്കി കളഞ്ഞത്. അതായത് ഇതെന്താകും, ഇത് ഇച്ചിരി ഓവറാണല്ലോ എന്ന് ചിന്തിച്ചു പോയത്. പക്ഷേ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴമാണ് അതെന്നുള്ളത് അവർക്ക് അറിയാമെങ്കിലും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഒരു ഫ്രീഡം ഇല്ലാത്തൊരു ഫീലിങ്സ്, ഒരു ഭയം ജനിപ്പിച്ചൊരു സിറ്റുവേഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സെപ്പറേഷനായി പൂർണ്ണമായിട്ട് നിങ്ങൾക്കിടയിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻസോ ബ്ലോക്കേജോ ഒക്കെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് പൂർണ്ണമായിട്ടും അവസാനിച്ചപ്പം, നിങ്ങൾക്ക് അവരെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറിയപ്പം അവർക്ക് കാര്യങ്ങൾ ജെനുവിനായിട്ട് മനസ്സിലാകുന്നു. നിങ്ങളെക്കുറിച്ച് ആരോടൊക്കെയോ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്, നിങ്ങളെ നല്ല പോലെ അടുത്തറിയുന്ന, നിങ്ങളെ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കുന്ന, നിങ്ങളോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികളെ ഈ പേഴ്സൺ കോണ്ടാക്റ്റ് ചെയ്യുന്നുമുണ്ട്. നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അകലം പാലിച്ചുകൊണ്ട്, അതായത് ശരിക്കും ഇന്നയാളാണ് ഇന്നതുകൊണ്ടാണ് അന്വേഷിക്കുന്നത് എന്നൊന്നുമുള്ള വ്യക്തതയില്ലാതെ ഇച്ചിരി അകലം പാലിച്ച് നിന്നുകൊണ്ട് വലിയ അറിവില്ലാത്ത പോലെ അല്ലെങ്കിൽ വലിയ അടുപ്പമില്ലാത്തതുപോലുള്ള ഒരു എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്ലാരിറ്റിയോട് കൂടി ഒരു പേഴ്സൺ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കറൻറ്റിലി നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത് എല്ലാം അവർ തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. നിങ്ങളുടെ മൂമെൻറ്റ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്, കറൻറ്റ് സിറ്റുവേഷൻസുകൾ, അവരോട് എന്തെങ്കിലുമൊക്കെ ഫാമിലി ലൈഫ് സിറ്റുവേഷൻസിന് നിങ്ങളുടെ ഒരു തീരുമാനങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടോ, ഇങ്ങനെയെല്ലാം നിങ്ങളെ ശരിക്കും ചൂഴ്ന്നന്വേഷിച്ച് അറിയുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ അവരെ സംബന്ധിച്ച് അവരെപ്പോഴും ഒരു കൺഫ്യൂഷൻ എനർജി എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഈ വ്യക്തിനെ തന്നെ ചേർത്ത് പിടിച്ച് ഫോക്കസ് ചെയ്താണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ള ഒരു ചിന്തയും അവരുടെ മനസ്സിനകത്തുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു എന്താ പറയുക, ഒരു സെൽഫായിട്ട് മുന്നോട്ട് പോകാൻ പാകത്തിന് ഒരു സ്റ്റേണായ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വളരെ പവർഫുള്ളായിട്ട് കെട്ടിപ്പടുത്തുയർത്തിയെന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. അതുപോലെ അവരുടെ കൺഫ്യൂഷൻ, അതായത് 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് 2 ചിന്തകൾ ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഇപ്പോഴും പഴയതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്നുണ്ടോ, അവരെന്ന് പറഞ്ഞ് തന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനും അവരുടെ ഉള്ളിലുണ്ട്.
അതോ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളുടെ മാറിയോ, നിങ്ങളുടെ ചിന്തകൾ മാറിയോ, നിങ്ങളുടെ ആ ഒരു പഴയ ആ ക്യാരക്ടറിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചോ, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ചേഞ്ചിങ് വന്നോ, നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കായിരിക്കുമോ മാറിയിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഹെൽത്ത് വെൽത്ത് ഒക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പം നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു. നിങ്ങൾ വ്യക്തിപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങൾക്കാണെങ്കിലുമൊക്കെ ഒരു വിജയം, ഒരു സക്സസ്, അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചിന്തയും തോട്ട്സും ഒക്കെ അവരെ വല്ലാതെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല അവരെ സംബന്ധിച്ച് സിംഗിൾ എനർജിയിലേക്കൊക്കെ ചിന്തിക്കുമ്പം ഒരു മാര്യേജ് പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു മാര്യേജിൻ്റെ എനർജി കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യത്തിൻ്റെ സമയമായി എന്ന എനർജി കണക്റ്റഡ് ആവുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. മനസ്സിലെ മറ്റാരോടേക്കോ നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെ അവരുടേതാകുന്ന ചില സാഹചര്യങ്ങൾ വെച്ച് അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഒരു പ്രഷ്യസ് ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഹെൽത്തി ഫീലിങ്സ്, ഈ ബന്ധത്തിനൊരു പൂർണ്ണത തോന്നുന്നുണ്ട്. അതായത് ഇമോഷൻസിനേക്കാളൊക്കെ കൂടുതൽ വളരെ നല്ല ഒരു പ്രഷ്യസ് ആയ നല്ലൊരു എനർജി വൈബ് ഫീൽ ചെയ്യിക്കുന്ന റിലേഷൻ എന്നും, അല്ലെങ്കിൽ ഇതെനിക്ക് ഏറ്റവും അനുകൂലമാണ്, എനിക്കിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു ഫീലിങ്സൊക്കെ ഇപ്പം നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഒരു രീതിയിലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു, നിങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു എന്ന സാഹചര്യത്തിൽ നിന്നും ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് ഹെൽത്തി റിലേഷൻ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. വളരെ പ്രഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു അവരുടെ മനസ്സിലെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവരുടെ മുന്നിൽ വലുതും ചെറുതുമായ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്നതിനൊരു വല്ലാത്ത പ്രാധാന്യം, ഒരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പുതിയ തുടക്കം എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് റീയൂണിയൻ പ്രസൻസ് വരുന്ന എല്ലാ ബന്ധങ്ങൾക്കും ഞാൻ ഉറപ്പ് തരുന്നു, വളരെ സക്സസ് ആയിരിക്കും കേട്ടോ. ഇനി മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ എനർജി അത് ഒന്നും നോക്കില്ല. അവർ മുന്നും പിന്നും തടസ്സങ്ങളെ ഒന്നും നോക്കാതെ നിങ്ങളെയും കൊണ്ട് അവർ മുന്നോട്ടേക്ക് പോകണം, നിങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയുള്ളൊരു തീരുമാനമാണ്. എത്ര വലിയ പ്രതിസന്ധികൾ അവർക്ക് മുന്നിൽ വന്നാലും അതിനെയെല്ലാം അവർ തരണം ചെയ്യും, നിങ്ങളോടൊപ്പം നിന്ന് അവർ ഫൈറ്റിംഗ് ചെയ്യും, പോരാടും എന്നുള്ള ഒരു എനർജി നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു സക്സസ് ആണ്. പൂർവ്വജന്മ ബന്ധമുള്ളവർ മാത്രമാട്ടോ ഈ എനർജിയിൽ റീയൂണിയൻ സാധ്യമാക്കുകയുള്ളൂ. നിങ്ങളോട് അവർക്ക് എത്രത്തോളം മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അട്രാക്റ്റ് തോന്നിയാലും ഈ റിലേഷനിൽ ഈ എനർജി, ഇന്നത്തെ ഈ എനർജി കണക്റ്റ് ചെയ്യുന്നതിൽ പൂർവ്വജന്മ ബന്ധത്തിൻ്റെ എനർജി ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് റീയൂണിയൻ സാധ്യമാകും. നിങ്ങളിലേക്ക് അവർ പൂർണ്ണതയോടുകൂടി വന്ന് നിൽക്കുകയും ഒരുമിച്ച് നിങ്ങളെയും കൊണ്ട് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കോ അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്കോ അവരൊരു മറ്റ് തടസ്സങ്ങളെ ഒന്നും നോക്കാതെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ലൈഫിൽ കണക്ട് ചെയ്ത് നിന്നോട്ടെ, എനിക്കത് പ്രോബ്ലംസ് അല്ല എന്ന ഒരു വിൽ പവർ എനർജിയോട് കൂടി കണക്റ്റഡ് ആകപ്പെടും. ഇതിനെല്ലാം കാരണം അവരിപ്പോൾ അനുഭവിക്കുന്ന ഹാർട്ട് ബ്രോക്കൺ ആണ് കേട്ടോ. അവരുടെ ഒരു ഇരുട്ടിലാണ്, അവരിപ്പോൾ ഒരു ഇരുട്ടിൽ കിടക്കുന്ന ഒരവസ്ഥയാണ്, വിലപിക്കുന്ന ഒരവസ്ഥയാണ്, പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഒറ്റപ്പെടലിൻ്റെ ഒരു ഭീകരത അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ്. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കിടന്നുകൊണ്ട് അവരിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ട് അവർ കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. അവർ സ്വയം സറണ്ടർ ചെയ്ത് പരാജയപ്പെട്ട പോലെ നിൽക്കുന്നു. ആക്ഷൻ എടുക്കാൻ അവരെ കൊണ്ടേ സാധിക്കൂ. അവർ തന്നെ വേണം ഈ റിലേഷനിൽ ആക്ഷൻ എടുക്കാൻ എന്നുള്ളതും അവർ തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, മുന്നോട്ടേക്ക് വരണമെന്നും കാര്യങ്ങളെയെല്ലാം ബാലൻസ് ചെയ്യണം. അതായത് ഇന്നലകളിൽ വരെ എന്തായിരുന്നോ അതല്ല ഇനി മുന്നോട്ടേക്ക് ബാലൻസ് ചെയ്യണം എന്ന ചില തീരുമാനങ്ങളും അവരുടെ മനസ്സിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ വളരെ മെച്യൂരിറ്റിയോട് കൂടി അവർ കാര്യങ്ങളെ കാണുന്നു. പക്വതയാർന്ന രീതിയിലും കുറച്ച് പ്രൗഡാകുന്ന രീതിയിലും
അതിനപ്പുറത്തേക്ക് നോക്കിയാൽ അവരുടെ ഉത്തരവാദിത്വങ്ങളെ അവരിപ്പം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് കാലം മാറിയിരിക്കുന്നു. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളും വീഴ്ചകളും ലോസ് എനർജിയൊക്കെ മാറി ഒരു ഗ്രോത്ത് എനർജിയിലേക്ക്, ഒരു വലിയ മാറ്റത്തിലേക്ക്, അതായത് ചിന്തകളിൽ പോലും അവരുടെ ഉള്ളിൽ നിങ്ങളോടുണ്ടായിരുന്ന നെഗറ്റീവാകുന്ന എല്ലാ ചിന്തകളും ഹീലായി പോയിരിക്കുകയാണ്. ഇപ്പം അതൊന്നും അവർക്കിടയിലില്ല. നിങ്ങളെക്കുറിച്ച് ഒരു കുറ്റവും അവർക്കില്ല, തെറ്റിദ്ധാരണയും ഇല്ല, ഇറിറ്റേഷനുമില്ല. അതുപോലെ തന്നെ നിങ്ങളോട് തോന്നിയ വിരക്തി, താല്പര്യക്കുറവ്, ഇതെല്ലാം അവരിൽ നിന്നും പൂർണ്ണമായിട്ടും മാഞ്ഞു പോയിരിക്കുന്നെന്ന് തന്നെ പറയാൻ പറ്റും. അതിൻ്റെ എല്ലാം മെയിൻ കാരണം കാലം അനുകൂലമായിരിക്കുന്നു എന്നത് തന്നെയാണ്. അവരിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്തു വന്നാലും നിങ്ങളോട് ഒരുമിച്ചൊരു ലൈഫ് സിറ്റുവേഷൻ, ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് എൻ്റെ പാതിയായിട്ട്, അല്ലെങ്കിൽ എന്നോടൊപ്പം എന്നും ലൈഫ് ലോങ് നിൽക്കേണ്ട ഒരു വ്യക്തിയായിട്ട് ഞാൻ നിങ്ങളെ മാത്രമേ സെലക്ട് ചെയ്യൂ എന്ന ഒരു ദൃഢനിശ്ചയം അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്ത് പ്രശ്നം വന്നാലും, എത്ര വലിയ ഫൈറ്റിംഗ് നിങ്ങൾക്കിടയിൽ മറ്റുള്ളവരോട് നടത്തേണ്ടി വന്നാലും ഈ വ്യക്തി തന്നെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കും, നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റിംഗ് ചെയ്യും, നിങ്ങളെ ചേർത്ത് പിടിക്കും. അവരുടെ തീരുമാനങ്ങളെല്ലാം നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കും എന്നതൊക്കെ തന്നെയാണ് അവരിപ്പം കറൻ്റിലി ചിന്തിക്കുന്നത്. അവർ ശരിക്കും ഒരു മാജിക്ക് സംഭവിക്കാൻ, നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു ശക്തമാകുന്ന ഒരു മാറ്റം സംഭവിക്കാൻ മാനിഫെസ്റ്റേഷൻസ് പോലുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ ചെയ്യുന്നതായിട്ട് പോലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു ഈഗോയും സെൽഫിഷ് മെൻറ്റാലിറ്റിയും എല്ലാം മാറിയിട്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യാൻ, എന്തും സഹിക്കാൻ, എന്തും നഷ്ടപ്പെടുത്താൻ കറൻ്റിലി തയ്യാറാണ്. പാസ്റ്റിൽ ഇതൊന്നും അവർക്ക് പറ്റില്ലായിരുന്നു. അവരായിട്ടാണ് പാസ്റ്റിലെ ഒഴിവാക്കലുകളെല്ലാം നടത്തിയത്. പ്രസൻറ്റിൽ ഇപ്പോൾ അവരുടെ ഉള്ളിൽ ഇതെല്ലാം ഓക്കെ ആയിരിക്കുകയാണ്, എല്ലാം കറക്റ്റ് ചെയ്തിരിക്കുകയാണ്, മനസ്സിലാക്കിയിരിക്കുകയാണ്. അവർ സ്ട്രോങ് ആയിട്ട് നിന്നാൽ, അവർ ആക്ഷൻ എടുത്താൽ കാര്യങ്ങൾ എല്ലാം ഓക്കെ ആകുമെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് പുതിയ തുടക്കം, ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആയിരിക്കുന്നു. നിങ്ങളിലേക്ക് അവർക്ക് വന്നു ചേരാനുള്ള തടസ്സങ്ങൾ അവസാനിച്ചു. അവരവരുടെ ലൈഫിൽ എലോൺ, ഒറ്റയ്ക്ക് മതിയെന്ന് ചിന്തിച്ച തീരുമാനങ്ങളെല്ലാം അവർ ഉപേക്ഷിച്ചു കേട്ടോ. അവർ ചില സമയത്ത് ചിന്തിച്ചിരുന്ന് കാണും, ഞാൻ ഒറ്റയ്ക്ക് മതി, എനിക്ക് മറ്റൊരു പാർട്ട്ണറുടെ, ഒരു വ്യക്തിയുടെ പ്രസൻസ് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് മറ്റു കൂട്ടുകെട്ടുകളൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാം, എൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ്, എൻ്റെ ലൈഫ് ഗ്രോത്ത് എല്ലാം ഞാൻ സ്വയം അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ സ്വയം നേരിടാൻ ആഗ്രഹിക്കുന്നു, നഷ്ടമാണേലും ലാഭമാണേലും ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന ചിന്തയിൽ നിന്നുമാണ് കറൻറ്റിലെ അവർ മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് അവർ ഓടിയെത്താൻ, അതായത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരുപക്ഷെ അവരുടെ ഈ ഒരു മാറ്റം, ഈ ഇമോഷണൽ ചേഞ്ചിങ്, അല്ലെങ്കിൽ ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്ത, പലവട്ടം നിങ്ങളെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അവരിപ്പോൾ ഇത്രയും മാറ്റത്തിലേക്ക് വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം, അല്ലെങ്കിൽ നീതി ലഭിക്കാൻ, ന്യായം അർഹതയുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. മാത്രവുമല്ല അവരെ സംബന്ധിച്ച് അവർക്കൊരു ബർഡനായിരുന്നു. നിങ്ങളിൽ നിന്നും ഉണ്ടാക്കിയ ഒരു സെപ്പറേഷൻ, നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ രണ്ടായി ചേഞ്ച് ആയപ്പം അവരുടെ ലൈഫിൽ ശരിക്കും ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു ബർഡൻ ആയിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഭാരം ചുമക്കുന്നത് പോലെ ആയിരുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സെപ്പറേഷൻ അവർക്ക്. നിങ്ങളിൽ അവർ അഡിക്റ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയോ ഒരു പ്രസൻസ് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ ഉപകാരമായിരുന്നു, അവരുടെ ഫ്യൂച്ചറിലേക്ക്. അല്ലെങ്കിൽ അവരുടെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രസൻസിൽ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വളരെയധികം ആവശ്യമുള്ളതായിരുന്നു എന്നതൊക്കെ അവർക്ക് പിന്നീട് മനസ്സിലായതായിട്ടാണ് കാണുന്നത്. ശരിക്കും അവർക്ക് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പൂർണ്ണമായിട്ടും എല്ലാം അവസാനിപ്പിച്ച് നിങ്ങളെ ശരിക്കും പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലേക്ക് ആക്കിയിട്ട് ഇവർ പോകുമ്പം ഇവർക്കതൊരു ബർഡൻ ആയിരുന്നു. അവർ ഭാരം ചുമന്ന് തന്നെയാണ് നടന്നത്. അവർക്ക് ആ ഭാരം ഇറക്കി വെക്കണം. അവർ തോറ്റു, സറണ്ടർ ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുക തന്നെ ചെയ്തിരുന്നു. അവർ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങളെ വിട്ട് നിന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളെ അവർ ഹോൾഡ് ചെയ്തിരുന്നു എന്നതാണ് ശരിക്കും പറയാൻ പറ്റുന്നത്. മാത്രവുമല്ല നിങ്ങളോടൊത്തുണ്ടായിരുന്ന സ്നേഹം, നിങ്ങളുടെ സ്നേഹം, പ്രണയം, സാന്നിധ്യം, സപ്പോർട്ട്, അത് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഏത് രീതിയിൽ, ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ നിങ്ങൾ കൊടുത്ത ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും
മറന്നു കളയാനോ അതിനെ ഇല്ലാതെ ആക്കാനോ ഇവർക്ക് സാധിക്കില്ല. അതൊക്കെ അവർ വളരെ പക്വതയോടുകൂടി അതായത് ഒരു നന്ദിയോടുകൂടി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവർക്കിടയിൽ ഒരു ചെറിയ ഒറ്റപ്പെടലിൻ്റെ അല്ലെങ്കിൽ ഇവർക്കൊന്ന് സെപ്പറേഷൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സമയമുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അവരെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായിട്ട് അവർക്ക് ചുറ്റുമുള്ള ഓരോ ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്കിടയിൽ വന്ന സെപ്പറേഷൻ. നിങ്ങളുടെ മാത്രമല്ല, പലരുമായിട്ടും അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബന്ധത്തിനോടൊപ്പം തന്നെ. അതായത് ഓരോ വ്യക്തികളെയും മനസ്സിലാക്കാനും പഠിക്കാനുമൊക്കെ ഉള്ള ഒരു സമയം ഈ വ്യക്തിയുടെ ലൈഫിൽ കടന്നുപോയതായിട്ട് കാണുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങൾക്കിടയിലും ഒരു ചെറിയ പ്രശ്നങ്ങളും പ്രോബ്ലംസുകളൊക്കെ കണക്ട് ചെയ്യപ്പെട്ടത്. എന്താണെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹം, അട്രാക്ഷൻ, നിങ്ങളുടെ സാന്നിധ്യം വേണമെന്നുള്ളൊരു തോന്നൽ, നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്നുള്ളൊരു ആഗ്രഹം, ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു മെൻ്റൽ ക്ലാരിറ്റി, ഒരു ഈഗോയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ അങ്ങനെ തോറ്റു പോകില്ല, ആരുടെ മുമ്പിൽ ഞാൻ തോറ്റു തരില്ല, അല്ലെങ്കിൽ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന ചിന്തയിൽ നിന്നും മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, മനസ്സ് കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് അവരുടെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അവരിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്യൂഷൻ എനർജിയിലാണ്, ഒരു മായാവലയത്തിൽ പെട്ടുകിടക്കുന്നുണ്ടെന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. ഒരു വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, ഇമോഷണൽ ലോസ്, അതായത് ഒരു സാന്നിധ്യം, ആരുടെയെങ്കിലൊക്കെ ഒരു പ്രസൻസ്, അവരെ കേൾക്കാൻ, അവർക്ക് കേൾക്കാൻ, അങ്ങനെ ഇപ്പം നമ്മൾ പറയില്ലേ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. മാത്രവുമല്ല, ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഒരു വിവാഹം, ലൈഫ്, സിറ്റുവേഷൻസൊക്കെ വേണമെന്നും ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താണേലും അൺകണ്ടീഷണൽ ലവ് ആണ് കേട്ടോ. നിങ്ങളോടുള്ള സ്നേഹമെന്ന് പറയുന്നത് നിങ്ങളെ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. 24 hours നിങ്ങളുടെ ഒരു ചിന്ത എന്ന ആ ഒരു ലോകത്ത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ബ്ലോക്കൊക്കെ ചെയ്തവരുടെ ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ടാവാം. നിങ്ങളോട് അവരടുപ്പം അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീലിങ്സ് നിങ്ങൾക്കും, അവരുടെ ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ഫീലിങ്സ് നിങ്ങളിലും കണക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ.